അങ്ങനെ ഞങ്ങളവിടെ എത്തി, സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലെത്തി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇറങ്ങി പോവുകയാണ്. പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഏകദേശം തിരക്കുണ്ടായിരുന്നു അവിടെ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു തിരക്ക് തന്നെയായിരുന്നു. തിങ്ങിയിട്ടുള്ള തിരക്കല്ല, എന്നാലും നമുക്കുള്ള സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ഫാമിലി അവിടെ നിന്ന് പരിചയപ്പെട്ടു. അവരാണ് എന്നെ അങ്ങോട്ട് ഇറങ്ങാൻ സഹായിച്ചത് കേട്ടോ. അവിടെ പോയി ഇരുന്ന് നല്ല തണുത്ത വെള്ളമായിരുന്നു, ഫ്രഷ് വാട്ടറായിരുന്നു, ഒഴുകുന്ന വെള്ളമല്ലേ, നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന്. ശരിക്കും അവിടെ നല്ലൊരു ടൈം അവിടെ കുറച്ച് നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. വെള്ളത്തിലൊക്കെ കുറച്ച് കളിച്ച്. നേരിട്ട് കുളിക്കാൻ ഇറങ്ങാൻ പറ്റിയില്ല, കാരണം ഡ്രസ്സൊന്നും എടുത്തില്ലായിരുന്നു. നമുക്കറിയില്ല ഇങ്ങനെ പറ്റുമായിരുന്നു, ഇറങ്ങി കുളിക്കാനുള്ള പാകത്തിന് വെള്ളമുള്ളൂ എന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഡ്രസ്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഞാൻ ഏകദേശമൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും വെള്ളത്തിൽ ഇറങ്ങി എൻജോയ് ചെയ്തു. അപകടമായ രീതിയിലല്ല കേട്ടോ, കാരണം ആ ഒരു രീതിക്ക് നമുക്ക് ഇറങ്ങാൻ എന്തായാലും സാധിക്കില്ല. കുറച്ചുകൂടെ മേലോട്ടൊക്കെ പോകുമ്പോൾ റിസ്ക്കാണ്. പിന്നെ ഞങ്ങളത് കഴിഞ്ഞ് കുറച്ച് നൈറ്റായി ഇറങ്ങുന്ന സമയത്ത് പിന്നെ ഇവിടെ നമ്മൾ ചായ കുടിക്കാനായിട്ട് നിർത്തി. ചായ കുടിക്കാൻ നിർത്തിയ സ്പോട്ടും ഒരു രക്ഷയില്ലാത്ത സ്പോട്ടായിരുന്നു. ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിരുന്നു, കൊല്ലങ്കോട് തന്നെയാണ്. അവിടെ കുളം ഉണ്ടായിരുന്നു. കുളത്തിലോട്ട് നോക്കുമ്പോഴാണ് നിറയെ മീനുകളായിരുന്നു കേട്ടോ. ചായ കുടിക്കുന്ന വൈബോടൊപ്പം നമുക്ക് ആ ഒരു വ്യൂവും ആസ്വദിക്കാം, കാരണം അത്രയും മീനുകളുണ്ടായിരുന്നു. അമ്പലക്കുളമല്ലേ, എനിക്ക് തോന്നുന്നത് അമ്പലക്കുളം ആയതുകൊണ്ടാണ്. സാധാരണ മീനുകൾ അമ്പലക്കുളത്തിൽ കൂടുതലായിരിക്കുമല്ലോ. അത്രയും മീനുകളുണ്ടായിരുന്നു. നല്ലൊരു വ്യൂ ആയിരുന്നു. അപ്പോൾ ശരിക്കും ഒരു വെൽ സ്പെൻഡ് ഡേ ആയിരുന്നു എന്ന് തന്നെ പറയാം.